സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുന്നു. ഈ ഒരു വാർത്ത ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഈ ഒരു കാര്യം സത്യം പറഞ്ഞാല് ഫേക്ക് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ്. കാരണം 2021 സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ടീമിലുണ്ടായ സമയത്ത് അന്ന് സഞ്ജു സാംസൺ രാജസ്ഥാൻ ടീമിനെ അൺഫോളോ ചെയ്തു. അതുപോലെ രാജസ്ഥാൻ ടീം സഞ്ജുവിനെ അൺഫോളോ ചെയ്തു. അപ്പൊ അന്ന് കുറെ മാധ്യമങ്ങൾ കൊട്ടി ആഘോഷിച്ചിരുന്നു, സഞ്ജു സാംസൺ വേറെ ടീമിലേക്ക് പോകും, മറ്റൊരു ടീമിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കൊട്ടി ആഘോഷിച്ചിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? 2021 സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ടീമിൽ തന്നെ തുടരുകയും ക്യാപ്റ്റൻ ആവുകയാണ് ഉണ്ടായത്. അപ്പൊ ഇപ്പോ നിലവിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ട്രേഡ് വഴി പോകുന്നു. അശ്വിൻ ചെന്നൈയിലേക്ക് മടങ്ങി വരുന്നു. അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻ ആയിരിക്കും, സഞ്ജു വൈസ് ക്യാപ്റ്റൻ ആയിരിക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത വളരെ വളരെ ഫേക്ക് ആയില്ല. പിന്നെ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റിന് താഴെ സഞ്ജുവിനെ മാനേജർ ലൈക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സത്യമാണെന്നൊക്കെ ഒന്ന് പ്രചരിപ്പിക്കുകയാണ്. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പിന്നെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് CSKക്ക് പോയി കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് ടീമിൽ കിട്ടുന്ന ഒരു ഫ്രീഡം വേറെ ഒരു ടീം പോയാലും സഞ്ജുവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരിക്കലും തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ ഇത്രയും വളർത്തി എടുത്ത ടീം അത് രാജസ്ഥാൻ റോയൽസ് ആണ്. രാജസ്ഥാൻ റോയൽസ് ടീമാണ്. പിന്നെ സഞ്ജു എന്തൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും സഞ്ജുവിനെ 4 ആളെ അറിയാനും 4 ആളെ അറിയപ്പെടുത്താനും ഒക്കെ കാരണക്കാരനായ കോച്ച് രാഹുൽ ദ്രാവിഡാണ്. പിന്നെ ഈ രാഹുൽ ദ്രാവിഡ് തന്നെയും ക്യാപ്റ്റൻ തന്നെയും ഈ ഒരു സീസൺ കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടഫ് സീസൺ ആയിരുന്നു, അടുത്ത സീസണിൽ മികച്ച കംബാക്ക് നടത്തും, ആരാധകരോട് പ്രതീക്ഷ കൈവിടാതെ ഇരിക്കാൻ അടുത്ത വർഷവും കാണാം എന്നുള്ള കാര്യമൊക്കെ കോച്ചും സഞ്ജു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ഇപ്പം ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അതെങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യ, വിശ്വസനീയമായ മാധ്യമ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ക്രിക്ക് ട്രാക്കർ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് ഏതൊക്കെ മഞ്ഞപ്പത്രങ്ങൾ അടിച്ചിറക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിന്റെ പിന്നിലാണ് ഈ വന്നിട്ടുള്ളത്. കാരണം ഇതൊക്കെ വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഒരിക്കലും വിശ്വസിക്കരുത്. അതുപോലെ സഞ്ജു സാംസണൊക്കെ രാജസ്ഥാൻ റോയൽസ് ടീം വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് തന്നെ അറിയാം, അവരുടെ ടീമിനുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുത് തന്നെ. കാരണം ഫാൻ ബേസ് അതുപോലെ മറ്റ് എല്ലാ കാര്യങ്ങളും കുറേ സഞ്ജു പോയി കഴിഞ്ഞാൽ ഒരുപാട് അൺഫോളോവേഴ്സ് രാജസ്ഥാൻ റോയൽസ്, കുറേ മലയാളീസ് രാജസ്ഥാൻ അൺഫോളോ ചെയ്ത് ചെന്നൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരുപാട് അപ്പൊ ഈ നിലവിൽ ഇപ്പൊ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ന്യൂസ് ഇപ്പൊ ഒരുപാട് പേജുകളിൽ കാണുന്നുണ്ട്. ഇതൊക്കെ വെറും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ സഞ്ജുവിനെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന സഞ്ജുവിനോട് ഒരുപാട് സഞ്ജുവിന് സാംസന് കിട്ടുന്ന ബൂസ്റ്റപ്പ് അത് വലുതാണ്, ചെറുതല്ല, വലുതാണ്. അപ്പൊ ഈ വാർത്തയൊക്കെ വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇതുവരെ ഒരു വിശ്വസനീയമായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏകദേശം വിശ്വസിക്കാം. അതുപോലെ പറയുന്ന മാധ്യമം എന്ന് വെച്ചാൽ വല്ല റിപ്പോർട്ടർ TV ഒന്നുമല്ല, ക്രിക്ക് ട്രാക്കർ, ടൈംസ് ഓഫ് ഇന്ത്യ, അതുപോലെ ക്രിക്ക് ബസ്, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ സഞ്ജു ചിലപ്പോൾ ഇനിയിപ്പോൾ അൺഫോളോ ചെയ്യും രാജസ്ഥാനെ, മറ്റുള്ള അൺഫോളോ ചെയ്യും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. ഇപ്പൊ സഞ്ജുവിന്റെ മാനേജർ ഒരു പോസ്റ്റിനെ ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ന്യൂസ് പ്രചരിക്കുന്നത്. ഏതായാലും കുറേ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ.